ഭർത്താവ് വിദേശത്തുള്ളൊരു സ്ത്രീയുടെ ചോദ്യമാണ്. ഭർത്താവിൻ്റെ ഉമ്മ മരണപ്പെട്ടു. ഇപ്പോൾ ഉപ്പ മാത്രമാണ് വീട്ടിലുള്ളത്. ഉപ്പയുടെ എല്ലാ കാര്യങ്ങളും ഈ മരുമകൾ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. മരുമകൾക്കാണെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കണമെന്നിപ്പോൾ ആഗ്രഹമുണ്ട് എന്നൊരു പ്രശ്നം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വിഷയം അതന്നെയാണ് പരിഹാരം. ഈ മരുമകൾ എന്ന് പറയുന്നത് എന്താ, അവൾക്കൊരു ഭർത്താവില്ലേ, അവരവരുടെ കൂടെ ജീവിക്കല്ലേ വേണ്ടത്. എന്ത് ന്യായമാണുള്ളത്? ഞാനിപ്പോൾ എൻ്റെ ഭാര്യനെ എൻ്റെ വാപ്പാനെ നോക്കാനാക്കിയിട്ട് അവളുടെ ജീവിതം നീ അത് ചെയ്താൽ മതി, വേറെയുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് നഷ്ടപ്പെടുത്തി നിർത്തുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? വാപ്പയ്ക്ക് സംരക്ഷണം ലഭിക്കണം എന്ന പോലെ തന്നെ പ്രധാനമല്ലേ എൻ്റെ ഭാര്യയ്ക്കും ഒരു ജീവിതം ലഭിക്കുക എന്നുള്ളതിൽ പ്രധാനമില്ലേ? ഇപ്പോൾ രണ്ടു പേർക്കും ജീവിതത്തിന് പ്രയാസം വരാത്തൊരു പരിഹാരം ഇപ്പോൾ എന്താ ഉള്ളത്? വാപ്പനെ നോക്കാൻ എത്രയോ സഹോദരിമാർ, അവരൊന്നും ഇപ്പോൾ ഒരു മുതിർന്ന സ്ത്രീകളൊക്കെ വിവാഹം ആഗ്രഹിക്കണം എന്തിനുമല്ല, ഒരു ശാരീരിക ബന്ധങ്ങൾക്കോ അതൊന്നും വേണ്ടിയല്ല, അവർക്കൊരു തുണ ഉണ്ടാവുക എന്നുള്ളത് ആഗ്രഹിക്കുന്നുള്ളൂ. രോഗിയായി കിടക്കുമ്പോഴും അപ്പുറത്തിപ്പുറത്തെയും കട്ടിലിൽ മുഖത്തോട് മുഖം തിരിഞ്ഞു കടന്ന് എന്ത് ചെയ്യാണ്, സമാധാനത്തിൽ വർത്തമാനം പറയാൻ ഒരാളിനെ ആഗ്രഹിക്കുന്നുള്ളൂ. അതുണ്ടാവുമ്പോൾ അതിന് സാധാരണ ഇതിൽ ഭക്ഷണം വിളമ്പി കൊടുക്കാനും ഉടുത്തത് അലക്കി കൊടുക്കാനൊക്കെ എന്ത് ചെയ്യും, ഒരു ഹോം നേഴ്സിനെ വെച്ചാൽ ചിലപ്പോൾ സാധിക്കും. പക്ഷെ നമ്മളോട് സ്നേഹം പറയാനും പരിചരിക്കാനും നമ്മൾക്കൊരു വൈഫിനും ഒരു ഭാര്യയ്ക്കും ഭർത്താവിനല്ലേ പറ്റുള്ളൂ. പിന്നെ ഒരു മരുമകൾ അവിടെ ഉണ്ട്, എത്ര പരിമിതികളുണ്ട് അയാൾക്ക്, അവൾക്ക് എത്ര പരിമിതികളുണ്ട് അവിടെ കാര്യങ്ങൾ ചെയ്യാൻ. നേരെ മറിച്ച് അത് ചെയ്യാനൊരു ഭാര്യയ്ക്ക് പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനോട് ചില സഹായങ്ങൾ കൂടെ ചെയ്തു കൊടുക്കുക എന്നുള്ളത് നടക്കും. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ആലോചനകളില്ലാത്ത, മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് തീരെ ചിന്തിക്കാത്ത പരിഹാരങ്ങളാണ് ഈ പറയണതൊക്കെ. ഇസ്ലാം വെച്ച പരിഹാരങ്ങൾ തന്നെയാണ് ശരിയായ പരിഹാരം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.